മാധ്യമങ്ങൾ രാവിലെ തന്നെ മാധ്യമപ്പണിയല്ല മാമാപ്പണിയാണ് എടുക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA നിയമസഭയിൽ എത്തിയതിന് അവർ പറയുന്നത് സതീശനോടുള്ള വെല്ലുവിളി എന്നാണ്. ഇതെങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിയോടോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിനോടോ ഉള്ള വെല്ലുവിളിയാകുന്നത്? രാഹുൽ എന്ന് പറയുന്ന ആൾ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അയാൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയോ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവോ കോൺഗ്രസിന്റെ നേതൃത്വമോ മറുപടി പറയേണ്ട യാതൊരു കാര്യവുമില്ല. എന്നിട്ടും നിങ്ങൾ വീണ്ടും കോൺഗ്രസിനെതിരെ വ്യാജ വാർത്ത കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ആരോപണങ്ങൾ വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എന്നിട്ടും നിങ്ങൾക്ക് കോൺഗ്രസിനെ കൈയടിക്കാൻ തോന്നുന്നില്ല. മുകേഷിനെ ബലാത്സംഗം ചെയ്ത മുകേഷിനെ ചേർത്ത് പിടിക്കുന്ന 15 കൊല്ലത്തിന് മുമ്പ് നടന്ന റേപ്പാണല്ലോ എന്ന് പറയുന്ന ഗോവിന്ദനെ ചേർത്ത് പിടിക്കുന്ന ആ പാർട്ടിയെ ചേർത്ത് പിടിക്കുന്ന നിങ്ങൾ കോൺഗ്രസ് എടുത്ത ഉന്നതമായ നിലപാടിന് കൈയടിക്കാതെ വീണ്ടും വിമർശിക്കാൻ നോക്കുകയാണ്. സതീശനെതിരെ രാഹുൽ എന്ന് നിങ്ങൾ തലക്കെട്ട് കൊടുക്കുകയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA അയാളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമസഭയിൽ വരുന്നത് എങ്ങനെയാണ് കോൺഗ്രസിന് വെല്ലുവിളിയും കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് വെല്ലുവിളിയാവുന്നത്? നിങ്ങൾ CPMന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കുറച്ചൊക്കെ സത്യസന്ധമായ വാർത്ത കൊടുക്കുക. ഉന്നതമായിട്ടുള്ള ഒരു ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുത്ത ഒരു പ്രസ്ഥാനത്തെ അനാവശ്യമായിട്ട് കരിവാരി തേക്കരുത്. കാരണം ഈ വിഷയത്തിൽ കോൺഗ്രസ് മറുപടി പറയേണ്ട അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല.